പക്ഷേ ഇന്നലത്തെ ആ ഒരു ലോഞ്ചിങ് എന്ന് പറയുന്നത്, കാൻഡിഡേറ്റിൻ്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത്, അതിനെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം 81 സ്ഥാനാർത്ഥികളെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കാനായിട്ട് CPIM സാധിച്ചു എന്നുള്ളതാണ് സത്യം. തുടർന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായിട്ട് എത്തുന്ന ഒരു കാഴ്ച, അത് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പോലും കണ്ണ് തള്ളിപ്പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. VD സതീശൻ ഇപ്പോൾ തന്നെ ഡൽഹിക്ക് പോകണമെന്നേ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശൻ ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച്, അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിക്ക് പോകണം. അപ്പോൾ സണ്ണി ജോസഫ് അവിടെ എത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയിട്ടുണ്ട്. ഒന്നിനും ഉത്തരം നൽകാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഇന്നലെ PJ ജോസഫ് സാർ കർശനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റുമാനൂർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പൂഞ്ഞാർ വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ LDFന് വളരെ വലിയൊരു മേൽക്കൈയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉഭയകക്ഷി ചർച്ചകളെല്ലാം കോൺഗ്രസ് വൈകിപ്പിച്ചത്. നമസ്കാരം. ഒടുവിൽ കാത്തിരുന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ ഇടതു പാർട്ടികളും, ആദ്യം CPI, പിന്നാലെ CPM തങ്ങളുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ഇനി വളരെ കുറച്ച് ഒരു 3-4 സീറ്റുകളുടെ കാര്യത്തിലാണ് തീരുമാനമാകത്തുള്ളൂ. അവരിന്നലെ തന്നെ പ്രചാരണങ്ങളും തുടങ്ങി. ഇനി കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയെന്ന് VD സതീശൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഡൽഹിയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇടുക്കിയിലൊക്കെ ആയിട്ട് ഇപ്പോഴും ചർച്ചകൾ തകൃതിയാണ്. അപ്പോൾ നമുക്കൊരു കൗണ്ട് ഡൗൺ എടുക്കാം. ഇന്നലെ ഫസ്റ്റ് ഡേ, ആദ്യ ദിവസത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ആരാണ് ഇപ്പം നിലവിൽ മുന്നിൽ, ഒരു ലാപ്പ് മുന്നിൽ? കഴിഞ്ഞ ഒരാഴ്ച G സുധാകരൻ സൃഷ്ടിച്ച വിവാദങ്ങൾ, PK ശശി സൃഷ്ടിച്ച വിവാദങ്ങൾ, വൈക്കം മുൻ MLA ആയിട്ടുള്ള അജിത്ത് സൃഷ്ടിച്ച വിവാദങ്ങൾ, V കുഞ്ഞികൃഷ്ണൻ സൃഷ്ടിച്ച വിവാദങ്ങൾ, PK ശശി സൃഷ്ടിച്ച വിവാദങ്ങൾ, ഇങ്ങനെ S രാജേന്ദ്രൻ സൃഷ്ടിച്ച വിവാദങ്ങൾ, ഇങ്ങനെ ഈ വിവാദങ്ങളുടെ ഒരു സമ്മർദ്ദത്തിലേക്ക് LDF പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസാണ് ഇന്നലെ LDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ശാന്തതയായിരുന്നു CPMനകത്ത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു ലോഞ്ചിങ് എന്ന് പറയുന്നത്, കാൻഡിഡേറ്റിൻ്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത്, അതിനെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം 81 സ്ഥാനാർത്ഥികളെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കാനായിട്ട് CPIM സാധിച്ചു എന്നുള്ളതാണ് സത്യം. 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ട് CPIക്കും സാധിച്ചു. മൊത്തം 106 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തി മുമ്പോട്ട് പോകാനായിട്ട് ഈ 2 പാർട്ടികൾക്കും സാധിക്കുമ്പോൾ, ഇന്ന് കേരള കോൺഗ്രസ് അവർക്ക് അനുവദിച്ചിട്ടുള്ള 13 അല്ലെങ്കിൽ 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി 119 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളാവുകയാണ്. പിന്നെ 5 പൊതു സ്വതന്ത്രരെ നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള സീറ്റുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 124 സീറ്റുകളിലായി. ബാക്കി ചെറിയ ഘടകകക്ഷികളുടെ സീറ്റ് പ്രഖ്യാപനങ്ങളാണ് ഇനി വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് LDF ഇന്നലത്തെ ദിവസത്തെ ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അരമണിക്കൂറിനുള്ളിൽ ആ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കി. നേമത്ത് ആദ്യം തുടങ്ങുന്നത് V ശിവൻകുട്ടിയാണ്. തൊട്ടടുത്ത് തന്നെ VK പ്രശാന്ത്, മേയർ ബ്രോ അവിടെ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു. തുടർന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും LDFൻ്റെ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായിട്ട് എത്തുന്ന ഒരു കാഴ്ച, അത് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പോലും കണ്ണ് തള്ളിപ്പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇന്നലെ VD സതീശൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ്റെ മുഴുവൻ ആത്മവിശ്വാസവും ചോർന്നു പോയ രീതിയിലായിരുന്നു. ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുകൂടാതെ തന്നെ ഇന്നലെ രാത്രി അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളെല്ലാം പൂർത്തിയായി, എല്ലാം രമ്യമായിട്ട് പരിഹരിച്ചു. ഞങ്ങൾ 30 മിനിറ്റ് ഇരിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, 30 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി എന്ന് പറഞ്ഞു. പക്ഷേ PJ ജോസഫ് സാർ പുറത്തിറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞത്? ഒന്നും തീരുമാനമായിട്ടില്ല, 2 ദിവസം കൂടി സമയമെടുക്കും, 2 ദിവസത്തിനുള്ളിൽ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. VD സതീശൻ ഇപ്പം തന്നെ ഡൽഹിക്ക് പോകണമെന്നേ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശൻ ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച്, അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിക്ക് പോകണം. ഡൽഹി ഓൾറെഡി എത്തിക്കഴിഞ്ഞു VD സതീശൻ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. രാവിലെ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് തില്ലങ്കേരി ഇപ്പം കേരള ഹൗസിലുണ്ട്. അപ്പോൾ രാജേഷ് ഏട്ടനൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു നീണ്ട പടയാണ് അവിടെ ഉള്ളത്. ഏതാനും ചില വിഷ്വൽസ് ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സണ്ണി ജോസഫ് അവിടെ എത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയിട്ടുണ്ട്. ഒന്നിനും ഉത്തരം നൽകാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. K സുധാകരൻ്റെ വിഷയം പരിഹരിക്കേണ്ടതുണ്ട്. K സുധാകരൻ നാളെ മാത്രമാണ് ഡൽഹിയിൽ എത്തുക.
കെ സുധാകരൻ ഇപ്പോഴും കടും പിടുത്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അതിനൊരു അയവ് വന്നിട്ടില്ല. മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളെല്ലാം അവസാനിച്ചു എന്ന് പറയുന്നു. പക്ഷേ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതിനെ കുറിച്ച് വാർത്തയാക്കുന്നില്ല. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 2 സീറ്റുകൾ, നമ്മളിത് ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി അതിനകത്തൊരു തീരുമാനം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ 13-ാം തീയതിയും ആ ഉഭയകക്ഷി ചർച്ച നടന്നില്ല. ഈ ഉഭയകക്ഷി ചർച്ച എന്തിനു നീട്ടിക്കൊണ്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഏറ്റവും കുറഞ്ഞത് 4 സീറ്റെങ്കിലും തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിച്ചിരുന്നു. എന്നാൽ നമ്മൾ തന്നെയാണ് ഒരു വാർത്ത ചെയ്തത്, ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നെക്സ്റ്റ് ഡേ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ആ ചർച്ചകളിൽ ഉണ്ടായ തീരുമാനമാണ് 8 സീറ്റുകളിലേക്ക് 8 സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കാനും 2 സീറ്റ് ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇന്നലെ പി ജെ ജോസഫ് സാർ കർശനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പൂഞ്ഞാർ വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതേ രീതിയിൽ പ്രശ്നങ്ങൾ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തട്ടിക്കയറുന്ന ഒരു നിലവരെ എത്തിയെന്നല്ലേ? തട്ടിക്കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? പ്രകോപിതനായിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന ഇതെല്ലാം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇപ്പോൾ ഭരണം പോലും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഭരണത്തിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു പ്രതീതി മാത്രമേ ഉള്ളൂ. ആ പ്രതീതിയുടെ സമയത്ത് പോലും കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ ഇതാണ് അടിയെങ്കിൽ ഇനി ഭരണം കിട്ടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? തെരുവിൽ കിടന്ന് തല്ലത്തില്ലേ ഈ MP-മാരും MLA-മാരും തമ്മിൽ? കെ സുധാകരൻ ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ലല്ലോ. ഇന്നലെ അദ്ദേഹം വന്നിരുന്ന പത്രക്കാർക്ക് മുമ്പിൽ വന്നിരുന്ന് കളിച്ച നാടകം എന്താണ്? കണ്ണീർ പൊഴിച്ചില്ലേ? ഇതൊക്കെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളൊരു കോമൺ സെൻസ് അദ്ദേഹത്തിനുണ്ടാവണ്ടേ? അദ്ദേഹം ഈ സമയത്ത് കോൺഗ്രസിനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താണ്? ഞാനൊരു MP ആണ്, കേരളത്തിൽ UDF-നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി താൻ പോവുകയാണ് എന്ന് പറയേണ്ടതിന് പകരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് MP ആയ കെ സുധാകരൻ വീണ്ടും കണ്ണൂർ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് പിന്തുണയുമായിട്ട് ഈ കുത്തിത്തിരിപ്പെല്ലാം ഒപ്പിച്ചുകൊണ്ട് PV അൻവറല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ LDF-ന് വളരെ വലിയൊരു മേൽക്കൈയാണ് ഉണ്ടായിരിക്കുന്നത്. LDF പ്രവർത്തകർക്കിടയിൽ LDF 3, അതായത് പിണറായി 3 എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ വരാതിരിക്കുമോ എന്ന ചെറിയൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് LDF-ന് ഇന്നലെ സാധിച്ചിട്ടുണ്ട്. 106 സ്ഥാനാർത്ഥികളെ അരമണിക്കൂർ കൊണ്ട് പ്രഖ്യാപിക്കാൻ 2 പ്രധാനപ്പെട്ട LDF-ലെ കക്ഷികൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിസ്സാര കാര്യമല്ലെന്നേ. ഇനി UDF ഉഭയകക്ഷി ചർച്ചകളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. 2021-ലെയോ 2016-ലെയോ 2011-ലെയോ പോലെയല്ല മുസ്ലിം ലീഗിനകത്തെ കാര്യങ്ങൾ. മുസ്ലിം ലീഗിനകത്ത് സീറ്റുകൾക്ക് വേണ്ടിയിട്ട് പരസ്പരം ഗ്രൂപ്പ് വൈര്യം നടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പ് പോലും കാണാതെ പോകരുത് കേരള സമൂഹം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് കാണാതെ പോകരുത്. RSPക്കകത്ത് കഴിഞ്ഞ ആഴ്ച ഒക്കെ ചർച്ചയായിരുന്ന വിഷയമാണ്. അപ്പൊ ഘടകകക്ഷികൾക്കകത്തും പോര് നടക്കുന്നു, കോൺഗ്രസിനകത്തും പോര് നടക്കുന്നു. ആത്മവിശ്വാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല UDF പ്രവർത്തകർക്കും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം ആന്റി ഇൻകംബൻസി ഫാക്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സമയത്തും വികസനം കണ്ണിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. കൺമുമ്പിൽ നിൽക്കുന്ന വികസനത്തെ കാണാതെ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഒരിക്കലും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ ദിവസം ബഹുദൂരം മുമ്പിലേക്ക് പോയിരിക്കുന്നു LDF എന്നുള്ളതാണ്. LDF-ന്റെ പുറകെ എങ്ങനെ UDF ഓടിയെത്തും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. NDA-യും LDF-ന് തൊട്ട് പിന്നിൽ നിൽക്കുന്ന UDF-ഉം അല്ല, NDA ആണ്. അവർക്ക് കുറച്ചുകൂടി ധാരണയുണ്ട്. അവരുടെ പല സ്ഥാനാർത്ഥികളും A ക്ലാസ് മണ്ഡലങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഒരു പരിപാടികളോട് കൂടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉഭയകക്ഷി ചർച്ചകളെല്ലാം കോൺഗ്രസ് വൈകിപ്പിച്ചത്. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉഭയകക്ഷി ചർച്ചകൾ ഇങ്ങനെ വൈകിപ്പിച്ച് ഏറ്റവും ലാസ്റ്റ് അത് കോൺഗ്രസിനും UDF-നും തന്നെ ഒരു പാരയാകുന്ന കാഴ്ചയാണുള്ളത്. നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിവസം, ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ബഹുദൂരം മുമ്പിലേക്ക് കുതിച്ചിരിക്കുന്നു LDF എന്നുള്ളത് തന്നെയാണ്.